പാലക്കാട്ടെ കള്ളപ്പണ പരാതിയിലാണ് ബിന്ദു കൃഷ്ണയുടെ മൊഴിയെടുത്തത്. കൊല്ലത്തെ വീട്ടിലെത്തിയായിരുന്നു പോലീസ് മൊഴിയെടുത്തത്. ബിന്ദു കൃഷ്ണയുടെ അന്ന് പാലക്കാട്ട് നടന്ന പാതിര പരിശോധനയിൽ വനിതാ പോലീസ് ഇല്ലാതെയായിരുന്നു പരിശോധന നടത്തിയെന്നായിരുന്നു ബിന്ദു കൃഷ്ണ അടക്കമുള്ളവരുടെ പരാതി. ആ പരിശോധനയുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ പരാതി നൽകുകയും ചെയ്തിരുന്നു. ദിലീപ് ദേവസ്യ നൽകും വിശദാംശങ്ങൾ. ദിലീപ്, ഇപ്പോൾ മൊഴിയെടുത്തിരിക്കുന്നു, അതിനുശേഷം പ്രതികരണവും വന്നിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്? സ്മൃതി, ഒരു തിരുത്ത് ഇപ്പോഴും പോലീസ് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് പാലക്കാട് ടൗൺ പോലീസ് ബിന്ദു കൃഷ്ണയുടെ വീട്ടിലെത്തി ഈ മുറിക്ക് അടച്ചിട്ട മുറിക്കകത്തുള്ള മൊഴിയെടുക്കുന്നതിന് പോലീസ് ആദ്യം എത്തിയ ഉടൻ തന്നെ ബിന്ദു കൃഷ്ണ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ചു. അല്പസമയത്തിനകം ഈ മൊഴിയെടുപ്പ് പൂർത്തീകരിക്കും. അതിനുശേഷം മാധ്യമങ്ങളോട് കൂടുതൽ സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ പ്രചരണം കൊടുമുടിയിലെത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാൻ്റെയും മുറിയിലടക്കം പോലീസ് എത്തി പരിശോധന നടത്തി. നീല ട്രോളി ബാഗ് വിഷയത്തിൽ അതിൽ കള്ളപ്പണമുണ്ടെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അവിടെ പരിശോധനയടക്കം നടത്തിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പാലക്കാട് ടൗൺ പോലീസ് ബിന്ദു കൃഷ്ണയുടെ മൊഴി രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളിൽ വാതിലടച്ചു. അതിനകത്താണ് ബിന്ദു കൃഷ്ണയുടെ മൊഴി ഇപ്പോഴും പോലീസ് രേഖപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് നടത്തിയ ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ചൂടുപിടിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഈ പാതിര നേരത്തെത്തിയുള്ള ഒരു പരിശോധന വരികയും നീലപ്പെട്ടിയിൽ കള്ളപ്പണമുണ്ടെന്നടക്കം പറയുകയും ചെയ്തത്. ആ സമയത്ത്, അതായത് മുറിയിൽ ഈ ബിന്ദു കൃഷ്ണയുടെ ഭർത്താവുമായിരുന്നു ഉണ്ടായത്. ബിന്ദു കൃഷ്ണ ഭർത്താവ് അടക്കമുള്ള സാഹചര്യത്തിലാണ് ബിന്ദു കൃഷ്ണൻ്റെ അകത്ത് കയറി ബിന്ദു കൃഷ്ണയുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ എല്ലാം പുറത്തു വലിച്ചു വാരിയിട്ടുള്ളൊരു പരിശോധന നടത്തുകയും ചെയ്ത്. അതേ സമാധാനമായ സാഹചര്യം ഷാനിമോൾ ഉസ്മാൻ്റെയും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മുറികളിലും പരിശോധന നടത്തി. ഈ സാഹചര്യത്തിൽ സ്ത്രീകളുടെ മുറിയിലെത്തി പുരുഷ പോലീസ് പരിശോധന നടത്തിയതിനെതിരെ ബിന്ദു കൃഷ്ണ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി പോലീസ് ഒരു നടപടിയും എടുത്തിരുന്നില്ല എന്നാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു TV ചാനൽ ചർച്ചയ്ക്ക് രൂക്ഷമായി ബിന്ദു കൃഷ്ണ DGPക്കെതിരെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് എത്തി പരിശോധന മൊഴിയെടുക്കാൻ തയ്യാറായതെന്നാണ് അല്പം മുമ്പ് ബിന്ദു കൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ മൊഴിയെടുക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബർ മാസത്തിൽ പകുതിയോടുകൂടി നടന്ന സംഭവത്തിൽ ഇപ്പോൾ ഡിസംബർ ആദ്യ ആഴ്ചയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ഒരു കേസിൽ, വിവാദമായ ഒരു കേസിൽ ഇപ്പോൾ പരാതിക്കാരിയുടെ കൊല്ലത്തെ വീട്ടിലെത്തിയിട്ടാണ് ഇപ്പോൾ പാലക്കാട് പോലീസ് മൊഴിയെടുക്കുന്നത്. ഒരു വനിതാ പോലീസും 3 പുരുഷ പോലീസുമാരുമാണ് പാലക്കാട് നിന്നെത്തിയത്. ഇപ്പോൾ ഈ മുറിക്കകത്ത് മൊഴിയെടുക്കൽ തുടരുകയാണ്. ശ്രുതി, ദിലീപ്, ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഇവർ പരാതി നൽകിയിരുന്നു. പക്ഷേ പരാതി നൽകിയിട്ടും ഇതിലൊരു നടപടിയെടുക്കാൻ വൈകി എന്നുള്ള ആരോപണമാണ് ഇവർക്ക് മുന്നിലുള്ളത്. എന്തായാലും ഇപ്പോൾ മൊഴിയെടുക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ മൊഴിയെടുക്കുന്നത്. ഇന്നിപ്പോൾ എപ്പോഴായിരുന്നു മൊഴിയെടുക്കാനുള്ള സംഘം എത്തിയത്? ഇനി ഇത് എത്ര നേരം ഈ സമയം വരെ, അതായത് ബിന്ദുകൃഷ്ണ പുറത്തിറങ്ങി സംസാരിച്ചിരുന്നു, അതുവരെ എത്ര നേരം എടുത്തു മൊഴി? ഇനി അതിന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തല്ലേ? ശ്രുതി, അല്പം മുമ്പ് ഏകദേശം 2:45 മണിയോടുകൂടെ തന്നെയായിരുന്നു പാലക്കാട് നിന്ന് പോലീസ് ഇവിടെ എത്തുകയും ചെയ്തത്. ഈ സമയത്ത് പോലീസ് വീട്ടിലെത്തി ബിന്ദു കൃഷ്ണയുമായി സംസാരിച്ചു. ഞങ്ങൾ പാലക്കാട് നിന്നെത്തിയ പോലീസാണ് കേസിൻ്റെ വിശദവിവരങ്ങൾ സംസാരിക്കുകയും ആ സാഹചര്യത്തിൽ തന്നെ മാധ്യമങ്ങളെല്ലാം അകത്ത് കയറി ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്തു. ഇത് പോലീസുകാർക്കൊരു തടസ്സമാണെന്ന് പോലീസുകാർ പറഞ്ഞതിനെ തുടർന്ന് മാധ്യമങ്ങളും ഒപ്പം ബിന്ദു കൃഷ്ണയും പുറത്തിറങ്ങി മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അതിനുശേഷം ബിന്ദു കൃഷ്ണയോട് തനിച്ചാണ് കാര്യങ്ങൾ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ ബിന്ദു കൃഷ്ണയെ അകത്തോട്ട് പോലീസ് വിളിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകരടക്കം ഇപ്പോൾ കൊല്ലത്തെ കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ ബിന്ദു കൃഷ്ണയോട് ഇപ്പോൾ പാലക്കാട് ടൗൺ പോലീസ്, ഒരു വനിതാ പോലീസും 3 പുരുഷ പോലീസുകാരും ഇപ്പോൾ ബിന്ദു കൃഷ്ണയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ബിന്ദു കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതി, ഓക്കെ.